കഴിഞ്ഞ ദിവസം അവിടെയുണ്ടായ കാര്യങ്ങളുടെ വിശദമായ വിവരങ്ങളാണ് മഹേഷ് പോലൂരും സാജിദ് അജ്മലും ചേർന്ന് പങ്കുവച്ചത്. ഇപ്പോൾ ബെയിലി പാലത്തിന് സമീപത്ത് നിന്ന് ഫൈസൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഫൈസൽ, നിലവിൽ അവിടെ എന്താണ് സ്ഥിതി? ഈ ദൗത്യ സംഘം മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടോ? തെരച്ചിൽ പുനരാരംഭിച്ചോ? അമൃത, തിരച്ചിൽ പുനരാരംഭിക്കാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം വെളിച്ചം വന്നു തുടങ്ങുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വെളിച്ചം വന്നു തുടങ്ങിയാൽ മാത്രമേ ഈ ഒരു പ്രദേശത്ത് തിരച്ചിൽ പുനരാരംഭിക്കുകയുള്ളൂ. നിലവിൽ പോലീസ് ഉൾപ്പെടെയുള്ള സേനാ അംഗങ്ങളും മറ്റ് NDRF, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അവരുടെ രക്ഷാപ്രവർത്തന ദൗത്യ സംഘവും ഈ ഒരു മേഖലയിലുണ്ട്. ബെയിലി പാലത്തിന് സമീപം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. വെളിച്ചം വരാതെ ആ ഒരു ഭാഗത്തേക്ക് കടത്തിവിടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 7 മണിയോടുകൂടി തന്നെ തെരച്ചിൽ പൂർണ്ണ തോതിൽ പുനരാരംഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ആളുകൾ ഇപ്പോൾ ബെയിലി പാലം കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. NDRFന്റെ ഒരു സംഘം അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. സേനാ അംഗങ്ങളുണ്ട്, രക്ഷാപ്രവർത്തകർ, സന്നദ്ധ സംഘടന, മറ്റു സംഘടനയിലെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. ബെയിലി പാലത്തിന് സമീപം നിലവിൽ പോലീസ് സേനാംഗങ്ങളാണ് ഉള്ളത്. മറ്റുള്ളവരൊക്കെ ഇതിന്റെ പരിസരത്ത് ചുരമലയുടെ വിവിധ ഭാഗങ്ങളിലായി നിലകൊള്ളുന്നുണ്ട്. രക്ഷാപ്രവർത്തനം തുടങ്ങാനുള്ള പ്രാഥമിക ഘട്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരും. ബേലിപ്പാലം കടന്ന് മുണ്ടക്കൈയിലേക്കും അവർക്ക് അതാത് ഏത് സ്ഥലങ്ങളിലാണോ കേന്ദ്രീകരിക്കേണ്ടത് അതാത് കേന്ദ്രങ്ങളിലേക്ക് ആ നിയോഗിച്ചിട്ടുള്ള ടീം അംഗങ്ങൾ പുറപ്പെടും. ഉടൻ തന്നെ വൈകാതെ തന്നെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും. ഇപ്പോൾ നേരിയ തോതിൽ ചാറ്റൽ മഴയുണ്ട് ഈ ഒരു മേഖലയിൽ. അത് എത്രത്തോളം ശക്തമാകുമെന്നോ അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ രക്ഷാദൗത്യത്തെ ബാധിക്കുമെന്നുള്ള ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ചാറ്റൽ മഴ പെയ്യുന്നു, കുറച്ച് സമയം അത് നിൽക്കുന്നു, പിന്നീട് അത് മാറി നിൽക്കുന്നു. വീണ്ടും ഈ ഒരു കാലാവസ്ഥ ഈ ഒരു ചൂരൽമല ടൗണിൽ ഇപ്പോൾ ആ ഒരു തലത്തിൽ നിലനിൽക്കുകയാണ്. ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മഴ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. രക്ഷാദൗത്യത്തെ സംബന്ധിച്ച് ആദ്യ മണിക്കൂറിൽ അതൊരു വെല്ലുവിളിയായി നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിൽ ശക്തമായ മഴയൊന്നുമില്ല. ചെറിയ തോതിൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അത് പെയ്ത് അത് തോരുന്നു. അത്തരത്തിൽ ഇടവിട്ട് ചെറിയ തോതിൽ ചാറ്റൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഈ ഒരു മേഖലയിലുണ്ട്. ഈ ഒരു മേഖലയുടെ പ്രത്യേകത തന്നെ അത് തന്നെയാണ്. അത്തരത്തിൽ മഴ പെയ്ത് അല്ലെങ്കിൽ ഏത് നിമിഷവും മഴ പെയ്യാനുള്ള ഒരു സാധ്യത, മഴ തോരാനുള്ള സാധ്യത, വീണ്ടും പെയ്ത് അത്തരത്തിലുള്ള കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണ സജ്ജരായിക്കൊണ്ട് പൂർണ്ണ തോതിൽ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അമൃത. ശരി, ഫൈസലാണ് ചുരൽമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വെളിച്ചം വരാൻ കാത്തിരിക്കുകയാണ് ദൗത്യ സംഘം. അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ തെരച്ചിൽ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. സംഘം ഇപ്പോൾ ബെയിലി പാലത്തിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ദുരന്ത മേഖലയിലേക്ക് പോകുന്നതായിരിക്കും. ഫൈസൽ തുടരുന്നുണ്ട്. ഫൈസൽ, ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാലാവസ്ഥ വലിയൊരു തിരിച്ചടിയാകുന്നുണ്ടായിരുന്നു. ഈ ശക്തമായ മഴയില്ലെങ്കിൽ പോലും ഇടവിട്ടിടവിട്ട് മഴ പെയ്യുന്നൊരു സാഹചര്യം തന്നെയായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണോ കാണുന്നത്? അമൃത, അത്തരം ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു പ്രദേശത്തിന്റെ പ്രകൃതിയുടെ ആ ഒരു ഘടന അങ്ങനെയാണ്. ഏത് സമയവും മഴ പെയ്യാം, ഏത് സമയവും മഴ മാറി നിൽക്കാം. അത്തരത്തിൽ ഒരു ഘടന ഉള്ളത് കൊണ്ട് തന്നെ മഴ എത്തരത്തിൽ പെയ്യുമെന്നോ അത് ശക്തമാകുമെന്നോ അല്ലെങ്കിൽ മഴ പൂർണ്ണമായി മാറി നിൽക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയില്ല. ഇന്നലെ രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നുള്ള ഒരു 10 മണിയോടുകൂടി ആ മഴ അവസാനിക്കുന്നു. പിന്നീട് ഒരു കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും മഴ പെയ്യുന്നു. പക്ഷെ ഉച്ചയോടുകൂടി ഒരു 3 മണിയോടുകൂടി പിന്നീട് ഈ ഒരു പ്രദേശത്തേക്ക് മഴ ഉണ്ടായിരുന്നില്ല. ഇടവിട്ട് ചെറിയ ചാറ്റൽ മഴ 1-2 തവണ പെയ്തൊഴിച്ചാൽ മഴ പൂർണ്ണമായും മാറി നിന്നു. കാലാവസ്ഥ പൂർണ്ണമായും അനുകൂലമായിരുന്നു. ഇന്നലത്തെ അനുസരിച്ച് ഇന്ന് മഴ രാവിലെ മാറി നിൽക്കുന്നു. എന്നിരുന്നാൽ ചെറിയ ഇടവിട്ട ചാറ്റൽ മഴകൾ വളരെ നേരിയ തോതിൽ ഇടവിട്ട് പെയ്യുന്നുണ്ട്. അത് ശക്തമാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അഥവാ ഇന്നും ഈ ഒരു തരത്തിൽ മഴ ശക്തമാവുകയാണെങ്കിൽ തിരച്ചിലിനെ സംബന്ധിച്ച് അത് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു മേഖലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലമുകളിൽ ആദ്യം മഴ പെയ്യും. അത്തരത്തിൽ മലമുകളിൽ മഴ പെയ്യുമ്പോൾ നീരൊഴുക്ക് വർദ്ധിക്കും, പുഴകളിൽ ജലനിരപ്പ് ഉയരും. അത് രക്ഷാദൗത്യത്തെ വളരെ വലിയ തോതിൽ കാര്യമായി തന്നെ ബാധിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള ഭാഗത്ത് പൊട്ടിയൊലിച്ചു വന്ന ഭാഗമാണ്. ആ ഒരു ഭാഗത്ത് കൂടിയെല്ലാം ഈ ഒരു പുഴ കടന്നു വരുന്നുണ്ട്. പൊട്ടിയൊലിച്ചു വന്ന ഭാഗത്ത്
ഭാഗത്തെല്ലാം ആ ഭാഗത്തെ മണ്ണ് ഇളകി നിൽക്കുന്നത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് അവരുടെ രക്ഷാ ദൗത്യത്തെ അത് സാരമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ കൂടി മുൻകണ്ടുകൊണ്ട് എത്തരത്തിൽ മഴയുടെ ആ ഒരു സാഹചര്യം നോക്കിക്കൊണ്ടായിരിക്കും മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്ത് തിരച്ചിൽ പുനരാരംഭിക്കുക. ഈ ഒരു ചുരുൾമല പ്രദേശത്തും ഇപ്പോൾ തിരയുന്ന സ്കൂൾ റോഡ് പരിസരത്തിന്റെ പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങളിലെല്ലാം ഈ ഒരു പറയുന്ന മഴ അത്തരത്തിൽ ശക്തമാവുകയാണെങ്കിൽ ഒരു വെല്ലുവിളി സൃഷ്ടിക്കും. പുഴയിലെ ജലനിരക്ക് കൂടുതലായി ഉയർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒഴുക്ക് പെട്ടെന്ന് വർദ്ധിച്ചു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന് അതൊരു വലിയ ഭീഷണിയാകാനുള്ള സാധ്യത. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ദുരന്ത മുഖത്ത് കൃത്യമായി എല്ലാം മറന്നുകൊണ്ട് രക്ഷാദൗത്യം അവരുടെ ഇന്ന് 5ാം ദിനത്തിലേക്ക് കടക്കുന്നു. നാട്ടുകാരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, എല്ലാം കൈമേയി മറന്നുകൊണ്ട് സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ തിരച്ചിലിനായി ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രക്ഷാപ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമെന്ന് കരുതിയാൽ ഒരു തരത്തിലും തിരച്ചിൽ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെക്കും. രക്ഷാപ്രവർത്തകരെ ദുരന്ത ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ പ്രയാസമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു സൂചന ലഭിച്ചാൽ പോലും ആ ഒരു മേഖലയിലേക്ക് തിരച്ചിൽ നിർത്തിവെക്കുക തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ അത് കണ്ടതാണ്. ഇന്നലെ ശരി, ഫൈസലിലേക്ക് മടങ്ങിയെത്താം.